ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഗ്രീൻ ബെൽസ്. അപ്പോൾ ഇത് നമ്മളുടെ ഫ്ലോർ ആൻഡ് ഫോണിൻ്റെ എൻട്രൻസ് ആണിത്. ഓക്കെ, ഇവിടെ നിന്നാണ് നമ്മൾ ഫിഷ് ഫീഡിങ്ങിനും അതുപോലെ തന്നെ ബേർഡ് ഫീഡിങ്ങിനൊക്കെ നമ്മൾ കയറിയത്. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി വരുമ്പോൾ പിന്നെ നമ്മൾ കാണുന്നതാണ് ഈ വാട്ടർ ഫൗണ്ടൻ. ഇത് നല്ല രസമാണ് കേട്ടോ, നല്ല രസമായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ ഒത്തിരി വെറൈറ്റി ഓഫ് ബേർഡ്സ് ലൈക്ക് എമോ, അങ്ങനെ വളരെ റെയറായിട്ട് നമ്മൾ കാണുന്ന ബേർഡ്സ്, ഇതെല്ലാം വളരെ നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഒരു സ്മെല്ലും നമുക്ക് ശരിക്കും അവിടെ ഇടുന്നില്ല. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു കാര്യം. വളരെ നീറ്റായിട്ട് എപ്പോഴും ക്ലീൻ ചെയ്ത് അവർ വൃത്തിയായി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതെല്ലാം ഒരു സ്പെഷ്യൽ ബ്രീഡാണ് ഡക്കിൻ്റെ. പിന്നെ ഇപ്പം നിങ്ങൾ കാണുന്നത് ഒരു പീക്കോക്കാണ്, ഏറ്റവും ചെറിയ പീക്കോക്ക്. ഒരു ബ്ലൂ, നമുക്ക് ഒത്തിരി സൂം ചെയ്തിട്ടും കിട്ടിയില്ല, അത് ഏറ്റവും മേളിൽ ഇരിക്കുമായിരുന്നു, അതിനൊത്തിരി കാണാൻ പറ്റിയില്ല നമുക്ക്. അതിന് നല്ലൊരു ബ്ലൂ കളറാണ്. അതിൻ്റെ ഫെദറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇവിടുത്തെ പീക്കോക്ക് ഫെദറിന് ഒരു ഐയല്ലേ ഉണ്ടാവുള്ളൂ, ഇതിന് താഴെ തൂവൽ കിടപ്പുണ്ട്. ശ്രദ്ധിച്ച് നോക്കി കാണാം, അതിന് 2 ഐസ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ആളിരിപ്പുണ്ട്, ഒരു ഫോക്സ്. ലോകത്തിലെ ഏറ്റവും ചെറിയ ഫോക്സാണെന്ന് അവർ പറയുന്നത്. ഒത്തിരി പുറത്തേക്ക് വന്നില്ല, അതുകൊണ്ട് അതിൻ്റെ ഫോട്ടോ കിട്ടിയില്ല. പിന്നെ ഇത് ലോകത്തിലെ ഏറ്റവും ചെറിയ പശു. എല്ലാവരും വീടുകളിലിട്ട് വളരെ കെയറായിട്ട്, ഭയങ്കര കെയർഫുള്ളായിട്ട് വളർത്തുന്ന ഒരു പശുവാണത്. പിന്നെ ഒരു പ്രൊട്ടക്റ്റഡ് ഷെൽഫിൽ ഇതുപോലെ കുറച്ച് എന്താ പറയുക, സ്നേക്സ്, പിന്നെന്താ, അങ്ങനെ ഇത്തിരി വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ കീപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ തന്നെ ഗ്രിൽ ഇട്ട ഷെൽഫുകളിൽ നമ്മൾ ഈ പറഞ്ഞ റാബിറ്റ്, കുറച്ച് വെറൈറ്റി ഓഫ് റാറ്റ്സ്, ഫെററ്റ്, അങ്ങനെ കുറച്ച് ആൾക്കാരും കൂടി ഇവിടെയുണ്ട്. കണ്ടോ, ഷുഗർ ഗ്ലൈഡറിന് കുറേ കുട്ടികളും ഉണ്ടെന്ന് തോന്നുന്നു. അവരെല്ലാം കിടന്ന് ഉറങ്ങുമായിരുന്നു ഇവിടെ. പിന്നെ ഇവിടെ എന്നായിരുന്നു, സ്കോപ്പിയോ ഉണ്ടായിരുന്നു. സ്കോപ്പിയോ പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ലായിരുന്നു, അവർ ഒരു ചട്ടിയുടെ അടിയിൽ പതുക്കെ കിടക്കുമായിരുന്നേ. പിന്നെ നമ്മൾ പറഞ്ഞപ്പോഴേക്കും അവിടുത്തെ കുട്ടി ആൾ വന്നിട്ട് നമുക്കടുത്ത് കാണിച്ചു തന്നു, അതിനടുത്ത് പുറത്തിട്ടു. കണ്ടോ, ഇതാണ് സ്കോപ്പിയോ. പിന്നെതാ ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളാണെന്ന് തോന്നുന്നു. ഇതൊരു ഫൈറ്റർ ഗോട്ടാണ് ഇവൻ. ഇത് ശരിക്കും അവിടെ നിന്ന് ഇറങ്ങി വരുന്ന കാണാൻ നല്ല ഭംഗിയായിരുന്നു. എനിക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, ഭയങ്കര പവർഫുള്ളായിട്ടുള്ളൊരു ഗോട്ടാണിത്. അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ വീണ്ടും താഴോട്ട് ഇറങ്ങി. പിന്നെ നമുക്കിതുപോലെ ഒരു ടവർ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഫുൾ വ്യൂ കാണാം. അവിടെ ഒരു റൂമും ഉണ്ട്. റൂം ആക്ച്വലി എന്തിനാണെന്ന് നമുക്ക് മനസ്സിലാവില്ല, ഓഫീസ് ആയിരിക്കാം, അല്ലെങ്കിൽ അവർ എന്തെങ്കിലും ഷൂട്ടിങ്ങിന് എന്തെങ്കിലും വേണ്ടി കൊടുക്കുന്നതാണോ എന്ന് നമുക്കറിയില്ല. പിന്നെ ഇതുപോലെ ഇത് അവരൊരു പ്ലാന്റ്സ് കയറ്റാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തേക്കുന്നതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് താഴോട്ട് ഇറങ്ങി കഴിയുമ്പോഴേക്കും അവിടെ ചെറിയൊരു കഫേ ഉണ്ട്. അത്യാവശ്യം സ്നാക്സും കുട്ടികൾക്ക് ചായ എല്ലാം കൊടുക്കാം. പിന്നെന്താ, പിന്നെ കുട്ടികളുടെ പാർക്കുണ്ടല്ലോ, അത്യാവശ്യം എല്ലാ പിള്ളേർക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാം. പിന്നെ ഇവിടെ ഹോഴ്സ് റൈഡുണ്ട്. ഹോഴ്സ് റൈഡിന് നമ്മൾ പോയില്ല, ഹോഴ്സ് റൈഡ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് കുട്ടികളുടെ പാർക്ക്. ഇപ്പോൾ മഴയായതുകൊണ്ട് നമ്മൾ ഒത്തിരി പാർക്കിലൊന്നും എൻജോയ് ചെയ്തില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ടോയ്ലറ്റ്, അതും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടെല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ മേളിൽ നിന്നുള്ളൊരു വ്യൂ. നമ്മൾ ഫുൾ കാര്യങ്ങളും നമുക്ക് കാണാം. പിന്നെ വെർച്വൽ റിയാലിറ്റി ഉണ്ട് കേട്ടോ, അതും നമുക്കിവിടെ എൻജോയ് ചെയ്യാം. അതിനെല്ലാം പ്രത്യേകം സ്ഥലങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ. നമ്മൾ ആദ്യം കണ്ട ഫിഷ്, ഇതെല്ലാം നമുക്ക് ആ ടവറിൻ്റെ മേളിൽ പോയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഫ്ലോർ ആൻഡ് ഫോണയിലെ വിശേഷങ്ങൾ. വളരെ നല്ലൊരു സ്പേസാണ്. താങ്ക് യു.